നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് നേരെയുണ്ടാകുന്ന ഇസ്രയേലിലെ ആക്രമണം നിമിഷം പ്രതി വർദ്ധിക്കുകയാണ്. കിഴക്കൻ ഗാസയിൽ കുടിയൊഴിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അൽ-താബിൻ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ നരവേട്ടയ്ക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. അൽ-താബിൻ സ്കൂളിന് നേരെ ആക്രമണം നടത്തി 100-ലേറെ പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന വാദം പൊളിയുകയാണ്. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഗാസയെ തുടരുന്നതെന്ന് അറബ് ലീഗ്, OIC, GCC കൂട്ടായ്മകൾ കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും അറബ് ലീഗ് ആരോപിച്ചു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കുരുതിയെ അപലപിച്ചു. എന്നാൽ സ്കൂളിൽ തമ്പടിച്ച പോരാളികളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചതായി അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്നും അമേരിക്ക അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരു പോരാളി പോലും ഇല്ല എന്നിരിക്കെ വംശഹത്യയെ മറച്ചുപിടിക്കാനുള്ള പ്രചാരണമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് ഹമാസ് വ്യക്തമാക്കി. ഒരാഴ്ചക്കിടെ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന 5 സ്കൂളുകൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര UN രക്ഷാസമിതി വിളിച്ചു ചേർക്കണമെന്ന് അൾജീരിയ ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ച ഗാസയിലുടനീളമുണ്ടായ 3 സ്കൂൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പുതിയ ആക്രമണം. സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. തുടർന്നായിരുന്നു ആക്രമണം. സ്കൂളുകളിൽ കഴിഞ്ഞവർ പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോഴായിരുന്നു മിസൈൽ ആക്രമണം. കൂട്ടക്കൊലയുടെ ഭീകരത കാരണം മെഡിക്കൽ ടീമുകൾ, സിവിൽ ഡിഫൻസ്, ദുരിതാശ്വാസ എമർജൻസി ടീമുകൾ മണിക്കൂറുകൾക്ക് ശേഷവും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ബോംബാക്രമണം നടന്ന ഒരു സ്കൂളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നിരവധി ഫലസ്തീനുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഫലസ്തീൻ മാധ്യമപ്രവർത്തകൻ ഹൊസാം ഷബാത്ത് പറഞ്ഞിരുന്നു. പ്രദേശത്തേക്കുള്ള ജലവിതരണം ഇസ്രയേൽ സൈന്യം വിച്ഛേദിച്ചതിനാൽ തീപിടുത്തത്തിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ രക്ഷാസംഘത്തിന് കഴിയുന്നില്ല എന്നും ഷബാത്ത് പ്രതികരിച്ചിരുന്നു. ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഓഗസ്റ്റ് 4-ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഹമാമ സ്കൂളിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 1-ന് ദലാൽ അൽ മുഗ്രബി സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 15 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഫലസ്തീൻ സംഘടനയ്ക്കെതിരെ പൂർണ്ണതോതിലുള്ള സൈനിക ആക്രമണം ആരംഭിച്ച ശേഷം ഹമാസ് കമാൻഡ് കൺട്രോൾ സെന്ററുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പരിസരത്ത് ഭീകരർ ഉണ്ട് എന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ 39,699 പേർ കൊല്ലപ്പെടുകയും 91,722 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ 1,139 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലേക്ക് അന്താരാഷ്ട്ര സംഘത്തെ അയക്കണമെന്ന ആവശ്യം ശക്തമാണ്. വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ നെതന്യാഹു നീക്കം നടത്തുന്നതായി ആരോപിച്ച് ആയിരങ്ങൾ തെല്ലവീവിൽ പ്രതിഷേധിച്ചു. ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാനുള്ള അവസാന സന്ദർഭമാണിതെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്താൻ ഇരു വിഭാഗത്തെയും പ്രേരിപ്പിച്ചു വരികയാണെന്ന് അമേരിക്ക പറഞ്ഞു. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ഇത് അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവന്നിട്ടില്ല. അതിനിടെ ലബനൻ ഇസ്രായേൽ അതിർത്തി സംഘർഷം വ്യാപിക്കുകയാണ്. ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി മിസൈലുകൾ അയച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇതിനെ തുടർന്ന് ദക്ഷിണ ലബനന് നേർക്ക് ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കി. ഇസ്രയേലിന് നേരെ ഇറാനും ഹിസ്ബുള്ളയും നടത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രത്യാക്രമണം ആസന്നമാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട സൈനിക നടപടിയെക്കുറിച്ച് അമേരിക്കയുമായി ചേർന്ന് ഇസ്രയേൽ തിരക്കിട്ട ചർച്ച തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.